വെൽക്കം ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. 9ാം ക്ലാസ്സിലെ ബയോളജിയുടെ രണ്ടാമത്തെ ചാപ്റ്റർ കുഞ്ഞുങ്ങളെ ദഹനവും പോഷക സംവഹനം എന്ന് പറയുന്ന ചാപ്റ്റർ. അതിൻ്റെ 2 ലിങ്ക്, അതായത് 2 നോട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. നിങ്ങളത് വൃത്തിയായിട്ട് എഴുതിയെടുക്കണേ. നമ്മുടെ ചാനലിനകത്തിൽ ഫിസിക്സിൻ്റെയും കെമിസ്ട്രിയുടെയും ബയോളജിയുടെയും മാത്സിൻ്റെയും അതുപോലെ തന്നെ ഹിസ്റ്ററി, ജോഗ്രഫി, ഇതിൻ്റെ എല്ലാം 1ാമത്തെയും 2ാമത്തെയും ചാപ്റ്ററിൻ്റെ നോട്ട് ഇട്ടിട്ടുണ്ട്. നിങ്ങളത് വൃത്തിയായിട്ട് എഴുതിയെടുക്കണേ കുഞ്ഞുങ്ങളെ. ഏതെങ്കിലും കാരണവശാൽ സ്കൂളിൽ പോകാത്തതോ അല്ലെങ്കിൽ നോട്ട് കിട്ടാത്തതോ അവർക്കെല്ലാം എല്ലാ നോട്ടുകളും മലയാളത്തിലും ഇംഗ്ലീഷിലും എഴുതിയിട്ടിട്ടുണ്ട്. നിങ്ങളിത് വൃത്തിയായിട്ട് എഴുതിയെടുക്കുക. അതുകൊണ്ട് എല്ലാ നോട്ടിൻ്റെയും മലയാളവും ഉണ്ട്, ഇംഗ്ലീഷും ഉണ്ട്. വൃത്തിയായിട്ട് എഴുതിയെടുക്കണം കേട്ടോ. അപ്പം നമ്മൾ ആ 34 ക്വസ്റ്റ്യൻ ആൻസർ മൊത്തം എഴുതിയിട്ടിട്ടുണ്ട്. അതായത് നമ്മുടെ ദഹന വ്യവസ്ഥയെക്കുറിച്ചും ഫുഡ് പ്ലേറ്റ് എന്തുവാണെന്നും നമ്മുടെ സിംഗിൾ സെൽ ഓർഗൻസും അതുപോലെ തന്നെ ഡൈജഷനെ കുറിച്ചും പിന്നെന്താ വായെക്കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. പല്ലിൻ്റെ ഘടന, അതുപോലെ ആമാശയത്തെക്കുറിച്ച്, ചെറുകുടലിനെ കുറിച്ച്, നമ്മുടെ വിഴുങ്ങുന്നതിനെ കുറിച്ചൊക്കെയുള്ള ഓരോ കാര്യങ്ങളും ഒക്കെ നമ്മൾ പഠിച്ചതാണ്. പിന്നെ വില്ലസ് എന്നാൽ എന്തെന്ന് നല്ലപോലെ ഒന്ന് പഠിച്ചു വെച്ചേക്കണേ കുഞ്ഞുങ്ങൾ. അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ബ്ലഡിനെ സംബന്ധിച്ചുള്ള ഇത് 3ാമത്തെ പാർട്ടാണ്. ഇനി നമ്മൾ രക്തം നമ്മുടെ ശരീരത്തെ, ഈ പാഠം ശരീരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളല്ലേ. അപ്പോൾ ഇനി നമ്മൾ 3ാമത്തെ പാർട്ടിൽ പഠിക്കുന്നത് ബ്ലഡ് സംബന്ധമായിട്ട് അല്ലെങ്കിൽ രക്തവുമായിട്ട് ബന്ധപ്പെട്ട കുറേ ക്വസ്റ്റ്യൻ ആൻസറുകളാണ് കേട്ടോ. നിങ്ങളുടെ ടെസ്റ്റിൽ തന്നെ അത് കൊടുത്തിട്ടുണ്ട്. പേജ് നമ്പർ 34 പടമൊക്കെ ഒന്ന് നോക്കി കുഞ്ഞുങ്ങൾ. രക്തവും ലിംഫ് എന്നാണ് കേട്ടോ പേരൊക്കെ പറയാനൊന്ന് പഠിച്ചു വെച്ചേക്കണേ, ലിംഫ്. അപ്പോൾ അതിൻ്റെ 35ാമത്തെ ക്വസ്റ്റ്യൻ ആൻസറാണ് കോമ്പോണൻറ്റ്സ് ഓഫ് ബ്ലഡ്, അല്ല ഫങ്ഷൻസ് ഓഫ് ഈച്ച്. അതിൻ്റെ ഓരോന്നിൻ്റെയും ഫങ്ഷൻ എന്താണെന്നും ഒന്ന് പഠിച്ചു വെച്ചേക്കണം. നിങ്ങളുടെ ടെസ്റ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. രക്തത്തിലെ വിവിധ ഘടകങ്ങൾ, അവയുടെ ധർമ്മം എന്നിവ നിങ്ങൾക്കറിയാമല്ലോ. കണ്ടോ, രക്തങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചിത്രീകരണം എന്താണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, കാണാൻ പറ്റുന്നുണ്ടല്ലോ. രക്തം കണ്ടോ നിങ്ങൾ, രക്തം കണ്ടോ. ഈ രക്തത്തെ നമ്മൾക്ക് 2ആയിട്ട് തിരിച്ചിരിക്കുക. പടം കൊടുത്തിട്ടുണ്ട്, ഓൾറെഡി നല്ല പടം കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നത്. നോക്കിയേ, 1ാമത്തെ പ്ലാസ്മ, 2 നോക്കിക്കേ രക്തകോശങ്ങൾ, അതായത് ബ്ലഡ് സെല്ല്. ഈ മലയാളം ഇംഗ്ലീഷും കൂടെ ഒക്കെ പഠിക്കണം കേട്ടോ. രക്തത്തെ 2ആയിട്ട് തന്നെ തിരിച്ചിട്ടുണ്ട്, പ്ലാസ്മ അതുപോലെ തന്നെ രക്തകോശങ്ങൾ. നമ്മുടെ രക്തത്തിൽ ഏതാണ്ട് ഒരു 55% പ്ലാസ്മയാണ് കേട്ടോ, 45% രക്തകോശങ്ങളാണ്. ഇനി ഇതിനകത്തിൽ തന്നെ വരുന്ന നോക്കിക്കേ എന്തൊക്കെയാ, ജലമുണ്ട് അല്ലേ. നമ്മുടെ ബ്ലഡിനകത്തിൽ ജലം ഉണ്ട്, അറിയാമോ? ജലം, പ്രോട്ടീനുകൾ, അതുപോലെ തന്നെ മറ്റ് ഘടകങ്ങൾ. ഈ പ്രോട്ടീനുകൾ, നമ്മുടെ ബ്ലഡിൽ എന്തൊക്കെ പ്രോട്ടീനുകളാണ് അടങ്ങിയിട്ടുള്ളതെന്ന് ചിലപ്പോൾ ഒരു മാർക്കിന് ചോദിക്കാം കുഞ്ഞുങ്ങളെ. നമ്മുടെ ബ്ലഡിനകത്തിൽ അടങ്ങിയ പ്രോട്ടീനുകൾ ഏതൊക്കെയാണെന്ന് ആ പേര് പഠിച്ചോണേ. ആൽബുമിൻ, ഗ്ലോബുലിൻ, അതുപോലെ തന്നെ ഫൈബ്രിനോജൻ കേട്ടോ. ഫൈബ്രിനോജൻ നിങ്ങളിതൊക്കെ ആദ്യമായിട്ട് കേൾക്കുമായിരിക്കും, എനിക്കറിയാം, എന്നാലും പഠിക്കണേ കുഞ്ഞുങ്ങളെ കേട്ടോ. നമ്മുടെ പ്രോട്ടീനുകൾ, നമ്മുടെ രക്തത്തിനകത്ത് പ്രോട്ടീൻ ഉണ്ടെന്ന് പറഞ്ഞു. ഈ പ്രോട്ടീനിനകത്ത് രക്തത്തിലെ പ്ലാസ്മയുണ്ട്. ഈ പ്ലാസ്മയ്ക്കകത്ത് പ്രോട്ടീനുകളുണ്ട്. പ്രോട്ടീനുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ആൽബുമിന്, ഗ്ലോബുലിന്, പിന്നെ ഈ പേര് ഫൈബർ ഉണ്ടല്ലോ, ഫൈബ്രിനോജൻ. പേരൊക്കെ പഠിച്ചു വെച്ചേക്കണം കേട്ടോ. ഇനി രക്തകോശങ്ങളിൽ ഈ പറയുന്ന പോലെ ചുവന്ന രക്താണുക്കളുണ്ട്, വെളുത്ത രക്താണുക്കളുണ്ട്, പ്ലേറ്റ്ലെറ്റ്സ് ഉണ്ട് കേട്ടോ. പ്ലേറ്റ്ലെറ്റ്സ് ഒക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ് അല്ലേ. അപ്പോൾ ആ 6 പഠിച്ചു വെച്ചിരിക്കണം കേട്ടോ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമുണ്ട്, കോമ്പോണൻറ്റ്സ് ഓഫ് ബ്ലഡ്, ഫങ്ഷൻസ് ഓഫ് ഈച്ച്. അതിൻ്റെ എല്ലാം ഫങ്ഷൻ പറയാനുമാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് നോക്കൂ നിങ്ങളെ, പ്ലാസ്മ. ഈ പ്ലാസ്മയ്ക്കകത്തിൽ നമ്മളിപ്പോൾ പറഞ്ഞു എന്തൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. വാട്ടർ ഉണ്ട്, പ്രോട്ടീൻസ് ഉണ്ട്. പ്രോട്ടീൻ ഏതൊക്കെയാണെന്ന് പഠിച്ചു വെച്ചേക്കണേ. ആൽബുമിൻ, ഗ്ലോബുലിൻ, പിന്നെ അതുപോലെ ഫൈബ്രിനോജൻ കേട്ടോ, ഇംഗ്ലീഷ് കേട്ടോ. അതുപോലെ വേറെയും കോമ്പോണൻസുകളുണ്ട്. ഇനി ബ്ലഡ് സെല്ലിനകത്തിൽ ഇതിൻ്റെ പെർസെൻറ്റേജ് നോക്കണേ. റെഡ് ബ്ലഡ് സെൽസ് ഉണ്ട്, വൈറ്റ് ബ്ലഡ് സെൽസ് ഉണ്ട്, അതിൻ്റെ പ്ലേറ്റ്ലെറ്റ്സുകളുണ്ട് കേട്ടോ. ബ്ലഡിനെയാണ് കുഞ്ഞുങ്ങളെ നമ്മൾ പഠിക്കുന്നത്. ഇനി നമ്മൾ പറഞ്ഞു ഈ പ്ലാസ്മയ്ക്കകത്തിൽ ആൽബുമിൻ ഉണ്ട്, ഗ്ലോബുലിൻ ഉണ്ട്, ഫൈബ്രിനോജൻ ഉണ്ടെന്ന് പറഞ്ഞു. ഇതിൻ്റെയൊക്കെ ഉപയോഗം എന്താ നിങ്ങൾ? ഇതൊക്കെ എന്തിനാ നമ്മുടെ ബ്ലഡിനകത്തിൽ? അതായത് ആൽബുമിൻ്റെ ജോലി എന്ന് വെച്ചാൽ ഹെൽപ്പ് ടു കൺട്രോൾ ബ്ലഡ് പ്രഷർ. എന്താണ്? നമ്മുടെ രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നതിന് സഹായിക്കുന്നതാണ് ആൽബുമിന്. ഹെൽപ്പ് ടു കൺട്രോൾ ബ്ലഡ് പ്രഷർ. നമ്മുടെ രക്തത്തിൻ്റെ സമ്മർദ്ദം, ബ്ലഡ് പ്രഷർ എന്ന് വെച്ചാൽ എന്താ? രക്തത്തിൻ്റെ സമ്മർദ്ദം കൺട്രോൾ ചെയ്യുക, എന്ന് വെച്ചാൽ നിയന്ത്രിക്കുന്നത് ആരാണ്? ആൽബുമിനാണ് കേട്ടോ. എന്നാൽ ഗ്ലോബുമിൻ്റെ ജോലി എന്ന് വെച്ചാൽ ഹെൽപ്പ് ഇൻ ഡിസീസ് റെസിസ്റ്റൻസ്, രോഗങ്ങളെയൊക്കെ പ്രതിരോധിക്കാൻ കേട്ടോ. രോഗപ്രതിരോധത്തിന് സഹായിക്കുന്നത് ഗ്ലോബുലിൻ ആണ്.
ഇനി ഫൈബ്രിനോജൻ്റെ ജോലി എന്ന് വെച്ചാൽ നോക്കിക്കേ, ഹെൽപ്പ് ഇൻ ബ്ലഡ് ക്ലോട്ടിങ്. വളരെ ഇമ്പോർട്ടൻ്റ് ആവും നിങ്ങളെ ബ്ലഡ് ക്ലോട്ടിങ് എന്ന് വെച്ചാൽ രക്തം കട്ട പിടിക്കാൻ. നമ്മുടെ ശരീരം എവിടെയെങ്കിലും ഒരു മുറിവ് ഉണ്ടായി കഴിഞ്ഞാൽ ബ്ലഡ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക അല്ലേ, നമ്മൾ ഈ ബ്ലഡ് എന്താ നിൽക്കാത്ത, ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുക എന്നൊക്കെ പറയത്തില്ലേ. അത് നിൽക്കണമെന്നുണ്ടെങ്കിൽ, ബ്ലഡ് നിൽക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഫൈബ്രിനോജൻ. ആ പേര് നമ്മൾ പറഞ്ഞൊരു വെറൈറ്റി പേരാണ് ഫൈബ്രിനോജൻ. പേര് പഠിച്ചോണ്ടേ നിങ്ങളെ. ബ്ലഡിൻ്റെ കാര്യമാണ് നമ്മൾ പഠിക്കുന്നത്. രക്തത്തെ സംബന്ധിച്ച് 2 എണ്ണമാണ്, പ്ലാസ്മയും ബ്ലഡ് സെല്ലും. പ്ലാസ്മയ്ക്കകത്തിൽ എന്തൊക്കെ അടങ്ങിയിട്ടുണ്ട് ടെസ്റ്റിനകത്തിൽ പടം ഉൾപ്പെടെ തന്നിട്ടുണ്ട്. എൻ്റെ പൊന്നു കുഞ്ഞുങ്ങളെ, ആ പടം നോക്കി തന്നെ പഠിക്കണേ. അപ്പോൾ അതിൻ്റെ ഓരോന്നിൻ്റെയും ജോലിയാണ് നമ്മൾ ഈ പറഞ്ഞത്. ആൽബുമിൻ ഉണ്ട്, ഗ്ലോബുമിൻ ഉണ്ട്, ഫൈബ്രിനോജൻ ഉണ്ട്. ഇവരുടെ 3ൻ്റെയും ജോലി എന്തൊക്കെയാണ്? എന്ത് ഹെൽപ്പ് ചെയ്യാനാ? ബ്ലഡ് പ്രഷറിനെ കൺട്രോൾ ചെയ്യുന്നത് ആൽബുമിനാണ്. ഡിസീസ് റെസിസ്റ്റ് ചെയ്യുന്നത് ഗ്ലോബുമിനാണ്. അതുപോലെ ബ്ലഡ് ക്ലോട്ടിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്നത് ഫൈബ്രിനോജനാണ് കേട്ടോ. ഇനി നമ്മൾ പറഞ്ഞു ബ്ലഡ് സെൽസിനകത്തിൽ ആരൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്? ബ്ലഡ് സെൽസിനകത്തിൽ 2 എണ്ണമായിട്ട് തിരിച്ചല്ലോ. അതിനകത്തിൽ റെഡ് ബ്ലഡ് ഉണ്ട്, ചുവന്ന കേട്ടോ. എന്താ അതിന് പറയുന്നത്? ചുവന്ന രക്തകോശങ്ങൾ എന്നാണ് റെഡ് ബ്ലഡ് സെല്ലിൻ്റെ മലയാളം. അതിൻ്റെ ജോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്സിജനും കാർബൺ ഡയോക്സൈഡിനെയും എന്ത് ചെയ്യുന്നു? സംവഹനം ചെയ്യുന്നു. കൊടുക്കുക, തിരിച്ചു മേടിച്ചുകൊണ്ട് വരിക, കൊടുക്കുക, മേടിക്കുക, വാങ്ങുക, അങ്ങനെ കൊണ്ടുപോകുന്ന ആരുടെ ജോലിയാണ്? റെഡ് ബ്ലഡ് സെൽസിൻ്റെ ജോലിയാണ്. എന്നാൽ വൈറ്റ് ബ്ലഡ് സെല്ലിൻ്റെ ജോലിയോ? അതും മുമ്പത്തെ കാര്യം പറഞ്ഞ പോലെ എന്താ നിങ്ങളെ, നമ്മുടെ രോഗപ്രതിരോധത്തിന് സഹായിക്കുന്നതാണ്. ഗ്ലോബുലിൻ്റെ ജോലിയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ് നമ്മുടെ വൈറ്റ് ബ്ലഡ് സെല്ലിൻ്റെ ജോലി കേട്ടോ. ഗ്ലോബുലിൻ്റെ ജോലിയും എന്താണ്? ഡിസീസ്, രോഗങ്ങളെ നമ്മുടെ ശരീരത്തോട്ട് ഏതെങ്കിലും രോഗങ്ങൾ വരുമ്പം നിക്ക് ഇങ്ങോട്ട് കയറണ്ട, അങ്ങ് വെളിയിൽ കേട്ടോ, ഇങ്ങോട്ട് കയറി എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ആര് വേണം? നമ്മുടെ വൈറ്റ് ബ്ലഡ് സെല്ല് വേണം കേട്ടോ. വേറെ രോഗങ്ങളൊന്നും നമ്മുടെ ശരീരത്തിലോട്ട് കയറാതിരിക്കാൻ വൈറ്റ് ബ്ലഡ് സെല്ല് കേട്ടോ. RBC, WBC ഇതിൻ്റെയൊക്കെ ഫുൾ ഫോം ചോദിച്ചാലും ഒക്കെ എഴുതിക്കോണം. ഫുൾ ഫോം ചോദിക്കാൻ നിങ്ങൾ കുഞ്ഞുങ്ങളൊന്നും അല്ലല്ലോ അല്ലേ, എന്നാലും ചിലപ്പോൾ ഒരു മാർഗ്ഗം കാണാൻ വന്ന് വീണാലോ കേട്ടോ. എന്നാൽ പ്ലേറ്റ്ലെറ്റിൻ്റെ ജോലി എന്താവും നിങ്ങളെ? പ്ലേറ്റ്ലെറ്റ്സ് അതും നമ്മുടെ ഫൈബ്രിനോജൻ്റെ കാര്യം പറഞ്ഞ പോലെ ബ്ലഡ് ക്ലോട്ടിങ്, ബ്ലഡ് ക്ലോട്ടിങ്, അതായത് രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന. അപ്പം നമ്മൾ പ്ലാസ്മയ്ക്കകത്തിൽ രക്തം കട്ട പിടിക്കാൻ ഇരിക്കുന്ന ഗ്ലോബുലിൻ ആണ് കേട്ടോ. ഫൈബ്രിനോജൻ ആണ് ബ്ലഡ് ക്ലോട്ടിങ്ങിൽ വരുന്നത്. പ്ലേറ്റ്ലെറ്റ് അതുപോലെ തന്നെ ഹെൽപ്പിൻ ബ്ലഡ് ക്ലോട്ടിങ് ആണ് കേട്ടോ. 2 എണ്ണം ഉണ്ടെന്ന് പറഞ്ഞില്ലേ? ഞാൻ പടം കാണിക്കാം. ഞാൻ ഇനി എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ല. നോക്കൂ നിങ്ങൾ, ഇവിടെ 2 എണ്ണം ഉണ്ടെന്ന് പറഞ്ഞില്ലേ? രക്തത്തിന് 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന് പ്ലാസ്മയെന്നും രക്തകോശങ്ങളെന്നും 2ആയിട്ട് തിരിച്ചു അല്ലേ? പ്ലാസ്മയെന്നും രക്തകോശങ്ങളെന്നും 2ആയിട്ട് തിരിച്ചു. അതിനകത്തിലെ ഫൈബ്രിനോജൻ്റെ ജോലി എന്താണ്? അത് തന്നെ ആണ് പ്ലേറ്റ്ലെറ്റിൻ്റെ ജോലി. ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്, രക്തം കട്ട പിടിക്കുന്നതിന് സഹായിക്കുന്നതാണ് പ്ലേറ്റ്ലെറ്റ്. അത് തന്നെയാണ് ഈ ഫൈബ്രിനോജൻ്റെയും ജോലി. വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് ഇത് സമയമെടുത്ത് ഞാൻ പറഞ്ഞത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഓക്കെ കുഞ്ഞുങ്ങളെ, എൻ്റെ മലയാളം എൻ്റെ തൊട്ട് താഴെ കൊടുത്തിട്ടുണ്ട്. രക്തത്തിലെ ഘടകങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ധർമ്മം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്ലാസ്മ, ജലം, പ്രോട്ടീനുകളും മറ്റ് ഘടകങ്ങളും, രക്തകോശങ്ങൾ അതായത് ബ്ലഡ് സെൽസിൻ്റെ മലയാളമാണ് റെഡ് ബ്ലഡ്. അതിൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുവന്ന രക്താണുക്കൾ, വെളുത്ത രക്താണുക്കൾ, പ്ലേറ്റ്ലെറ്റ്. ഇനി ആൽബുമിൻ്റെ ജോലി എന്ന് വെച്ചാൽ രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നതിന് സഹായിക്കുന്നു. ഗ്ലോബുലിൻ്റെ ജോലി രോഗപ്രതിരോധത്തിന് സഹായിക്കുന്നു. ഫൈബ്രിനോജൻ്റെ ജോലി രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നു. ചുവന്ന രക്തകോശങ്ങൾ എന്ന് വെച്ചാൽ O2 CO2 സംവഹനം. വെളുത്ത രക്തകോശങ്ങൾ എന്ന് വെച്ചാൽ രോഗപ്രതിരോധത്തിന് സഹായിക്കുന്നു. പ്ലേറ്റ്ലെറ്റ് എന്ന് വെച്ചാൽ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നു. എഴുതിയെടുത്തോണേ. ഓക്കെ ആണല്ലോ? മലയാളം ഇംഗ്ലീഷും എഴുതിയെടുത്തോണേ. ഹാൻഡ് റൈറ്റിംഗ് ഒന്നും നോക്കണ്ട, ഞാനൊന്നും നോക്കില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1, 2 ഈ വലിയൊരു ചാപ്റ്ററാണ് നിങ്ങൾ ഈ 2ാമത്തെ കേട്ടോ. ഇതങ്ങോട്ട് തീരുന്നില്ല. ഇതിപ്പോൾ 3ാമത്തെ ആയിട്ടും പകുതി പോലും ആയില്ലെന്നാണ് തോന്നുന്നത് കേട്ടോ. അപ്പം ഞാൻ ഇത്ര ഇട്ടിട്ട് മാത്സ് കുറേ പേര് ചോദിക്കുന്നുണ്ട്. മാത്സിൻ്റെ 3ാമത്തെ ചാപ്റ്റർ സ്കൂളിൽ തുടങ്ങിയതാണ്. എല്ലാവർക്കും ഈ മാത്സ് ആണ് കൂടുതലും വേണ്ടുന്നത്. അപ്പോൾ ഞാൻ ഇത് കഴിഞ്ഞിട്ട് മാത്സിൻ്റെ കുറച്ചിടാം. 9ാം ക്ലാസ്സിൻ്റെ മാത്സിൻ്റെ, മറ്റേ ക്ലാസ്സിൻ്റെ എല്ലാം ഇട്ടിട്ടുണ്ടേ. അപ്പോൾ ഇതിൻ്റെ ഇത്രയും, അതായത് നമ്മളിപ്പം 2ാമത്തെ ചാപ്റ്ററിൻ്റെ 3/4 ഭാഗത്തോളം ആയിട്ടുണ്ട് ഇത് കേട്ടോ. അപ്പോൾ അത് വൃത്തിയായിട്ട് എഴുതിയെടുത്തോണേ. ബയോളജിയുടെ ഫിസിക്സും കെമിസ്ട്രി ഓരോ ചാപ്റ്റർ വീതം തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വൃത്തിയായിട്ട് എഴുതിയെടുത്ത് പഠിച്ചോണ്ടേ കുഞ്ഞുങ്ങളെ. അടുത്ത 36ാമത്തെ ചോദ്യം, ഹൗ ഈസ് എ ടിഷ്യൂ ഫ്ലൂയിഡ് ഫോംഡ് ബിറ്റ്വീൻ സെൽസ്? നോക്കിക്കേ, കോശങ്ങൾക്കിടയിലായിട്ട് കാണപ്പെടുന്ന ടിഷ്യൂ ദ്രവം രൂപപ്പെടുന്നത് എങ്ങനെയാണ്?
നമുക്കിടെ എല്ലാ ശരീരത്തിൽ കോശങ്ങളുണ്ട് അല്ലേ, ലക്ഷക്കണക്കിന് അല്ലെ കോടിക്കണക്കിന് കോശങ്ങളുണ്ടെന്ന് പറഞ്ഞു, ലക്ഷക്കണക്കിന് എത്ര മില്യൺ ഉണ്ടെന്ന് നമ്മുടെ ബുക്കിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഹൗ ഈസ് എ ടിഷ്യൂ ഫ്ലൂയിഡ്, ടിഷ്യൂവിൻ്റെ ഫ്ലൂയിഡ് ഉണ്ടല്ലോ, ആ ദ്രവം രൂപപ്പെടുന്നത് എങ്ങനെയാണ്, സെല്ലിനകത്തിലാണ്. എങ്ങനെയാണ് നോക്കിക്കേ, ടിഷ്യൂ ഫ്ലൂയിഡ് ഈസ് ഫോംഡ് ഫ്രം ബ്ലഡ് ത്രൂ ദ മൈന്യൂട്ട് പോർസ് ഓഫ് ദ കാപ്പിലറി വാൾസ് വെൻ ബ്ലഡ് ഫ്ലോസ്. എന്ന് വെച്ചാൽ രക്തലോമികകൾ, കാപ്പിലറി എന്ന് കണ്ടോ, കാപ്പിലറി വാള്, രക്തലോമികകളുടെ ചെറു സുഷിരങ്ങളിലൂടെ പോഷകഘടകങ്ങളും ഓക്സിജനുമായിട്ട് കോശങ്ങൾക്കിടയിലേക്ക് ഊറിയിറങ്ങുന്ന രക്തത്തിലെ ദ്രാവക ഭാഗമാവും നിങ്ങളെ ടിഷ്യൂ ദ്രവം എന്ന് പറയുന്നത് കേട്ടോ. ടിഷ്യൂ ദ്രവം എന്ന് വെച്ചാൽ എന്താണെന്ന് ചിലപ്പോൾ ചോദിക്കാം, അത് മാത്രമായിട്ട് ചോദിക്കാം. നമ്മുടെ രക്തലോമികകളുടെ ചെറു സുഷിരങ്ങളിലൂടെ പോഷകഘടകങ്ങളും ഓക്സിജനും ഒക്കെ കോശങ്ങൾക്കിടയിലേക്ക് ഊറിയിറങ്ങുന്ന രക്തത്തിലെ ദ്രാവക ഭാഗത്തിന് പറയുന്ന പേരാണ് ടിഷ്യൂ ദ്രവം എന്ന് പറയുന്നത്. ഓക്കെ ആണോ? എഴുതിയെടുത്തോണേ. 36ാമത്തെ. ഓക്കെ, 37ാമത്തെ ചോദ്യം നോക്കിയേ. നമ്മുടെ പാഠത്തിനകത്ത് എന്താ, ഹൗ ഈസ് ലിംഫ് ഫോംഡ് അല്ലേ, ബ്ലഡും ലിംഫിനെ കുറിച്ചുമാണ് അവിടെ പറയുന്നത്, രക്തവും ലിംഫും അല്ലേ. അപ്പോൾ ലിംഫ് എങ്ങനെയാവും നിങ്ങളെ ഫോം ചെയ്യുന്നത്, എങ്ങനെയാണ് അത് രൂപപ്പെടുന്നത്? ലിംഫ് ഈസ് ഫോംഡ് വെൻ എ ഫ്യൂ പാർട്ട് ഓഫ് ദ ടിഷ്യൂസ് ഫ്ലൂയിഡ് എൻ്റർ ദ ലിംഫ് കാപ്പിലറീസ്. Lymph is formed when a new part of the tissue fluid enters the lymph capillaries. ടിഷ്യൂ ദ്രവത്തിൻ്റെ ഒരു ഭാഗം ലിംഫ് ലോമികളിലേക്ക് പ്രവേശിച്ചാണ് ലിംഫ് ഉണ്ടാകുന്നത്. ടിഷ്യൂ ദ്രവത്തെക്കുറിച്ച് ഇതിൻ്റെ തൊട്ട് മുമ്പേ നമ്മൾ പറഞ്ഞു. ഇതിൻ്റെ ഒരു ഭാഗം ലിംഫ് ലോമികളിലേക്ക് പ്രവേശിച്ച് കേട്ടോ. ലിംഫിൻ്റെ ഒക്കെ പടം കൊടുത്തിട്ടുണ്ട്, ഇത് രൂപീകരണത്തിൻ്റെ പടം കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, ടിഷ്യൂ ദ്രവത്തിൻ്റെ രൂപീകരണം എങ്ങനെയാണ്. ധമനി, നമ്മൾ ഈ വയറിങ്ങിൻ്റെ ഒക്കെ ചുമന്ന വയറും നീല വയറും കണ്ടിട്ടില്ലോ, അതുപോലെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് അല്ലേ. നോക്കിയേ, ചുവപ്പ് അല്ലേ, പോസിറ്റീവും നെഗറ്റീവും അറിയാമല്ലോ. അപ്പം ധമനി നോക്കിയേ കുഞ്ഞുങ്ങളെ, ധമനികൾ. ലോമികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കി, അതിൻ്റെ തന്നെ ഈ ഉണ്ടോ വള്ളി, വലിയതിന് ധമനി, വെയിന് ധമനി, അതിൻ്റെ ചെറിയ പാർട്ടിന് ലോമികൾ. ഇനി ഇതിൻ്റെ വലിയതിന് സിര അല്ലേ, അതിൻ്റെ ചെറുതിന് എന്താ പറയുന്നത് നോക്കിയേ, അതിൻ്റെ ചെറുതിൽ ഈ പച്ച, അതിൻ്റെ ഇടയ്ക്കൂടെ പച്ച ലിംഫ് വാഹിയ പച്ച കടന്നു കൂടുന്നുണ്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും കേട്ടോ. ഇതിനെക്കുറിച്ചൊക്കെ ദാണ്ട് ഇവിടെ പറയുന്നുണ്ട്. ലോമികളിലൂടെ രക്തം പ്രവഹിക്കുമ്പോൾ ആ പടം ഒന്ന് നോക്കിയോ നിങ്ങളെ, അറിയാൻ വയ്യാത്തവർ. നമ്മുടെ ഈ ലോമിക എന്ന് വെച്ചാൽ എന്തോന്ന് അറിയാമല്ലോ ദാണ്ടിത്. ഈ ലോമികളിലൂടെ രക്തം പ്രവഹിക്കുമ്പോൾ ലോമികാഭിത്തിയിലെ ചെറു സുഷിരങ്ങളിലൂടെ രക്തത്തിലെ ദ്രാവക ഭാഗം കോശങ്ങൾക്കിടയിലേക്ക് ഊറിയിറങ്ങുന്നു. ഈ ദ്രാവകമാണ് ടിഷ്യൂ ദ്രവം എന്ന് പറയുന്നത്. ഈ കോശങ്ങളിലും കോശങ്ങളും ടിഷ്യൂ ദ്രവവും തമ്മിലാണ് പദാർത്ഥ സംവഹനം നടക്കുന്നത്. എന്നാൽ ലിംഫിലോ, ടിഷ്യൂ ദ്രവത്തിൻ്റെ ഒരു ഭാഗം ലിംഫ് ലോമികളിലേക്ക് പ്രവേശിക്കുന്നു. ഇതാണ് ലിംഫ് എന്ന് പറയുന്നത്. ഈ ലിംഫിലൂടെയാണ് കൊഴുപ്പിൻ്റെ ദഹനഫലമായി ഉണ്ടാകുന്ന ലഘുഘടകങ്ങളും കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകളും സംവഹനം ചെയ്യപ്പെടുന്നത് കേട്ടോ. അത് നല്ലപോലെ ഒന്ന് മനസ്സിലാക്കണേ. നിങ്ങൾ ഇംഗ്ലീഷ് മീഡിയക്കാർ ആ ബോക്സ് രണ്ടും പഠിച്ചാലും മതി കേട്ടോ. ലിംഫിൻ്റെ ചോദ്യം ചോദിക്കുമ്പോൾ ഈ ബോക്സ് അങ്ങ് എഴുതി അറിയത്തില്ല എന്ന് പറഞ്ഞിരിക്കരുത്, എഴുതിക്കോണം കേട്ടോ. ടിഷ്യൂ ദ്രവത്തിൻ്റെ രൂപീകരണം, ലിംഫിൻ്റെ രൂപീകരണം ഒക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇതാണ് നമ്മളിപ്പം ഈ പറയുന്ന ക്വസ്റ്റ്യൻ ആൻസറുകൾ. അപ്പോൾ ഹൗ ഈസ് ലിംഫ് ഫോംഡ് എന്ന് ചോദിച്ചാൽ എഴുതാമല്ലോ. ഓക്കെ, അടുത്തത്, വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ടിഷ്യൂ ഫ്ലൂയിഡ് ആൻഡ് ലിംഫ് ഈസ് സബ്സ്റ്റൻസ് ട്രാൻസ്പോർട്ട്. നമ്മൾ ഈ പദാർത്ഥ സംവഹനത്തിൽ ടിഷ്യൂ ദ്രവത്തിൻ്റെയും ലിംഫിൻ്റെയും പ്രാധാന്യം എന്താണെന്നാണ് അടുത്ത ചോദ്യം. എന്താ നിങ്ങളെ, പദാർത്ഥ സംവഹനത്തിൽ ടിഷ്യൂ ദ്രവത്തിൻ്റെയും ലിംഫിൻ്റെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഈ പോകുന്നില്ലേ, ഓരോ വള്ളിയും മുമ്പ് കണ്ടില്ലേ വലിച്ചിട്ടേക്കുന്നത്. ആ സംവഹനത്തിൽ ടിഷ്യൂ ദ്രവത്തിൻ്റെയും ലിംഫിൻ്റെയും പ്രാധാന്യം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കി, അതിൻ്റെ ഇംഗ്ലീഷ് നോക്കൂ നിങ്ങളെ. ദ എക്സ്ചേഞ്ച് ഓഫ് സബ്സ്റ്റൻസ് ബിറ്റ്വീൻ ബ്ലഡ് ആൻഡ് സെൽസ് ടേക്ക് പ്ലേസ് ത്രൂ ടിഷ്യൂ ഫ്ലൂയിഡ്. സിമ്പിൾ കോമ്പോണൻസ് ഫോംഡ് ആസ് എ റിസൾട്ട് ഓഫ് ഫാറ്റ് ഡൈജഷൻസ് ആൻഡ് ഫാറ്റ് soluble vitamins are transported through the lymph. Some of the white blood cells seen in the lymph help to resist germs. ഇംഗ്ലീഷ് മീഡിയക്കാർ അത് എഴുതിയെടുത്തോണേ. അതായത് അതിൻ്റെ തൊട്ട് മുകളിൽ കൊടുത്തിട്ടുണ്ട് അതായത് രക്തവും കോശങ്ങളും തമ്മിലുള്ള പദാർത്ഥ വിനിമയം ടിഷ്യൂ ദ്രവത്തിലൂടെയാണ് നടക്കുന്നത്. രക്തവും കോശങ്ങളും തമ്മിലുള്ള പദാർത്ഥ വിനിമയം
ടിഷ്യൂ ദ്രവത്തിലൂടെയാണ് നടക്കുന്നത്. കൊഴുപ്പിൻ്റെ ദഹനഫലമായുണ്ടാകുന്ന ലഘുഘടകങ്ങളും കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകളും സംവഹനം ചെയ്യപ്പെടുന്നത് ഈ ലിംഫിലൂടെയാണ്. ലിംഫിലുള്ള ചില വെളുത്ത രക്തകോശങ്ങൾ രോഗപ്രതിരോധത്തിനും സഹായകമാണ് എന്നാണ് പറയുന്നത്. ആ ചോദ്യം നോക്കിക്കൊണ്ട് കുഞ്ഞുങ്ങളെ കേട്ടോ, ചോദ്യം നല്ലപോലെ മനസ്സിലാക്കിയിട്ട് വേണം ഉത്തരം എഴുതാൻ. അടുത്തത് 39ാമത്തെ ചോദ്യം. ഹൗ ഈസ് ദ ക്വാണ്ടിറ്റി ഓഫ് ടിഷ്യൂ ഫ്ലൂയിഡ് മെയിൻറ്റെയിൻഡ് ഇൻ ദ ഇന്റർസെല്ലുലാർ സ്പേസ്? ചോദ്യം കേട്ടോ. ഹൗ ഈസ് ദ ക്വാണ്ടിറ്റി ഓഫ് ടിഷ്യൂ ഫ്ലൂയിഡ് മെയിൻറ്റെയിൻഡ് ഇൻ ദ ഇന്റർസെല്ലുലാർ സ്പേസ്? ടിഷ്യൂ ദ്രവത്തിൻ്റെ അളവ് ക്രമീകരിക്കപ്പെടുന്നത് എങ്ങനെയാണ്? എ പോർഷൻ ഓഫ് ദ ടിഷ്യൂ ഫ്ലൂയിഡ് വിച്ച് വാസ് ഫോംഡ് ഫ്രം ബ്ലഡ് റിട്ടേൺ ടു ദ blood through capillaries. A few portion of tissue fluid enters the lymph lacteal to form lymph. അതായത് രക്തത്തിൽ നിന്നും ഉണ്ടാകുന്ന ടിഷ്യൂ ദ്രവത്തിൽ ഒരു ഭാഗം തിരികെ രക്തലോമികകളിലൂടെ രക്തത്തിലേക്ക് തന്നെ എത്തുന്നു. ഇതിൻ്റെ കുറച്ചു ഭാഗം ലിംഫ് ലോമുകളിലേക്ക് പ്രവേശിച്ച് ലിംഫായിട്ട് സംവഹനം ചെയ്യപ്പെടുന്നു എന്നതാണ് കേട്ടോ. അത് നല്ലപോലെ മനസ്സിലാക്കണേ കുഞ്ഞുങ്ങളെ. രണ്ടും കൂടെ എഴുതിയോണ്ട് ആ വലിയ ക്വസ്റ്റ്യൻ ആൻസറായിട്ട് പോകുന്നത് 2 മാർക്കിൻ്റെ 2 വരിയുള്ള ഒരു കുഞ്ഞു ക്വസ്റ്റ്യൻ ആൻസറാണ് അത് കേട്ടോ. 39ാമത്തെ. ഇനി 40ാമത്തെ ചോദ്യം. ലിംഫ് വ്യവസ്ഥയിൽ ഉൾപ്പെടുന്ന ഭാഗങ്ങൾ ഏതെല്ലാം? പാർട്ട് ഓഫ് ദ ലിംഫ് സിസ്റ്റം ഇൻക്ലൂഡ് ലിംഫ് വാഹികൾ, ലിംഫ് നോഡുകൾ, സ്പ്ലിന്, അസ്ഥിമജ്ജ, തൈമസ് ഗ്രന്ഥി എന്നിവയാണ്. ഇത് 2 മാർക്കിൻ്റെ ചോദ്യമാണ്. ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടതാണ്. ലിംഫ് വ്യവസ്ഥയിൽ ഉൾപ്പെടുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണ്? പാർട്ട് ഓഫ് ദ ലിംഫ് സിസ്റ്റം ഇൻക്ലൂഡ് ലിംഫ് വെസൽ എന്ന് വെച്ചാൽ ലിംഫ് വാഹികൾ, ലിംഫ് നോട്ട്സുകൾ, സ്പ്ലീൻ കണ്ടോ, സ്പ്ലീൻ, അതുപോലെ തന്നെ ബോൺ മാരോ, അസ്ഥിമജ്ജ, തൈമസ് ഗ്രന്ഥി. ഗ്രന്ഥിക്ക് ഇംഗ്ലീഷ് ഗ്ലാൻഡ് എന്നാണ് കേട്ടോ, ഗ്ലാൻഡ്. ഓക്കെ. 41ാമത്തെ ചോദ്യം. നമ്മളിനിയും ബ്ലഡ് വെസൽസിനെ കുറിച്ചാണ് പഠിക്കുന്നത്. എന്ന് വെച്ചാൽ രക്തക്കുഴലുകളെ കുറിച്ചാണ് നമ്മളിനിയും പഠിക്കുന്നത്. പല തരത്തിലുള്ള വേരിയസ് കൈൻഡ് ഓഫ് ബ്ലഡ് വെസൽസ്. നോക്കൂ കുഞ്ഞുങ്ങളെ, രക്തക്കുഴലുകൾ 3 വിധമുണ്ട്. നമ്മുടെ ടെസ്റ്റിൽ അതിൻ്റെയൊക്കെ കൊടുത്തിട്ടുണ്ട്. മുമ്പ് ഈ സ്ലീനും ലിഫ്നോഡും ഒക്കെ പറഞ്ഞ എല്ലാം ടെസ്റ്റിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ലിംഫ് വ്യവസ്ഥ, ലിംഫാഹികൾ, ലിംഫ് ലോഡുകൾ, സ്പ്ലീന്, അസ്ഥിമജ്ജ, തൈമസ് ഗ്രന്ഥി എന്നിവ ഉൾപ്പെടുന്നതാണ് ലിംഫ് വ്യവസ്ഥ. ലിംഫിൽ ചുവന്ന രക്തകോശങ്ങളോ വലിയ പ്രോട്ടീൻ തന്മാത്രകളോ കാണപ്പെടുന്നില്ല. ലിംഫ് വ്യവസ്ഥ രോഗപ്രതിരോധത്തിൽ മുഖ്യ പങ്ക് വഹിക്കുന്നു. പടം കൊടുത്തേക്കുന്ന കണ്ടോ? അതൊക്കെ നല്ലപോലെ ഒന്ന് മനസ്സിലാക്കണേ. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കുഞ്ഞുങ്ങളെ നമ്മൾ ഇനി പഠിക്കുന്നത് നോക്കിക്കേ. കണ്ടോ? ഇതിനെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. എന്തായത്? ബ്ലഡ് വെസൽസിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ബ്ലഡ് വെസൽസ് നമ്മുടെ ടെസ്റ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ആ പടം കണ്ട് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഈ ചുമന്നതും മുമ്പ് ഞാൻ പറഞ്ഞില്ലേ, കറണ്ടിൻ്റെ വയർ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പോസിറ്റീവും നെഗറ്റീവും കൊടുത്തേക്കുന്നത് പോലെയാണ് ചുവപ്പ്. ഇതൊക്കെ ഈ ധമനി അല്ലെങ്കിൽ ആർട്ടറി എന്താണ്? ലോമിക അല്ലെങ്കിൽ കാപ്പിലറി എന്താണ്? സിര എന്നാൽ വെയിന്. നമ്മൾ മുമ്പ് പഠിച്ചില്ലേ കുഞ്ഞുങ്ങൾ? ഏതാണ്ടിത് സിര, വെയിന് കണ്ടോ? സിര, ആ നീല കണ്ടോ? വെയിന്. ചുമന്നത് ഇത് ആർട്ടറി. ആർട്ടറീസും വെയിൻസും വളരെ ഇമ്പോർട്ടൻസ് ആണ്. തിരിഞ്ഞു പോകല്. ഇത് ആർട്ടറീസും ഇത് വെയിൻസും. ആർട്ട് ചുമന്നതും വെയിൻ നീല. നമ്മുടെ കയ്യിലേക്ക് ഞരമ്പ് നിങ്ങൾ കണ്ടോ? നീല കണ്ടോ? നീല ഞരമ്പല്ലേ കണ്ടോ? സൂക്ഷിച്ച് നോക്കി അറിയാം കണ്ടോ? നീല ഞരമ്പ് നിങ്ങൾക്കൊക്കെ ഉണ്ടോ? ഇതുപോലെ നമ്മുടെ കൈ നോക്കാമെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. നീല കണ്ടോ? സിര മീൻസ് വെയിന് കണ്ടോ? നിങ്ങളുടെ എല്ലാം കൈ നോക്കിയാൽ കാണാൻ പറ്റും. അപ്പം എന്താവും ഞങ്ങൾ ഈ ആർട്ടറീസ് എന്ന് വെച്ചാൽ എന്താണ്? കട്ടി കൂടിയ ഇലാസ്തികതയുള്ള ഭിത്തിയാണ് ഇതിൻ്റെ. രക്തം ഉയർന്ന മർദ്ദത്തിലും വേഗത്തിലും ഇത് ഒഴുകുന്നുണ്ട്. ഹൃദയത്തിൽ നിന്നും രക്തം വഹിക്കുന്ന ആളാണ് ധമനി അല്ലെങ്കിൽ ആർട്ടറി എന്ന് പറയുന്നത്. നമ്മുടെ ഹൃദയത്തിലാണല്ലോ സംഭവം കൊണ്ട് എത്തിച്ച് പ്യൂരിഫൈ ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ഇത് കൊണ്ടുവന്ന് ഹൃദയത്തിൽ കൊണ്ട് കൊടുത്തിട്ട് ഹൃദയത്തിൽ നിന്ന് വഹിച്ചു കൊണ്ടുപോകുന്നതാണ് കേട്ടോ. കട്ടി കൂടിയതാണ്
ആർട്ടറി എന്നാൽ എന്തെന്ന് പഠിച്ചുകൊണ്ടേ കുഞ്ഞുങ്ങളെ? ധമനി കട്ടി കൂടിയതാണ്, ഇലാസ്തികതയുള്ളതാണ്, രക്തം ഉയർന്ന അളവിൽ ഉയർന്ന മർദ്ദത്തിൽ വേഗത്തിലും ഒഴുകുന്നതിലാണ് ഹൃദയത്തിൽ നിന്നും രക്തം വഹിക്കുന്നു. എന്നാൽ കാപ്പിലറിയുടെ ജോലി നോക്കിക്കേ, ഒറ്റനിര കോശങ്ങൾ മാത്രമുള്ള ഭിത്തിയാണ്. ഈ ഭിത്തിയിൽ അതിസൂക്ഷ്മ സുഷിരങ്ങളുണ്ട്. രക്തം കുറഞ്ഞ മർദ്ദത്തിലും വേഗത്തിലും ഒഴുകുന്നു. എന്നാൽ സിരയോ, ഇപ്പം ഞാൻ കാണിച്ച നീല എങ്ങനെയാ? കട്ടി കുറഞ്ഞ ഭിത്തിയാ. നമ്മൾ ചുമ്മാതെങ്കിലും ഒന്ന് തട്ടിയോ മുട്ടിയോ ചിലപ്പോൾ അത് മുറിയും അല്ലേ? കട്ടി കുറഞ്ഞ ഭിത്തിയാണ്. രക്തം കുറഞ്ഞ മർദ്ദത്തിലും വേഗത്തിലും ഒഴുകുന്നുണ്ട്. വാൽവുകൾ കാണപ്പെടുന്നുണ്ട്. ഹൃദയത്തിലേക്ക് രക്തം വഹിക്കുന്നു. ഇത് ഓർത്തോണേ, ഇത് ഹൃദയത്തിൽ നിന്നും കേട്ടോ, ഹൃദയത്തിൽ നിന്നും വഹിച്ചു കൊണ്ടുപോകുന്നത് ആർട്ടറിയും ഹൃദയത്തിലേക്ക് കൊണ്ടുപോകുന്നത് വെയിനുമാണ് കേട്ടോ. ചിലപ്പോൾ അത് വെയിനും ആർട്ടറിയും തമ്മിലുള്ള ഡിഫറൻസ് ചോദിക്കാം. അപ്പോൾ നമ്മളിവിടെ എഴുതിയിട്ടുണ്ടോ നിങ്ങളെ? എന്താണ് വേരിയസ് കൈൻഡ്സ് ഓഫ് ബ്ലഡ് വെസൽ നോക്കിയ? ആർട്ടറീസ്, വെസൽസ് ദാറ്റ് ക്യാരീസ് ബ്ലഡ് ഫ്രം ദ ഹാർട്ട്, തിക്ക് ആൻഡ് ഇലാസ്റ്റിക് വാൾസ്, ബ്ലഡ് ഫ്ലോ വിത്ത് ഹൈ പ്രഷർ ആൻഡ് ഹൈ സ്പീഡ്. ഹൃദയത്തിൽ നിന്നും രക്തം വഹിക്കുന്ന കുഴലുകൾ, കട്ടി കൂടിയതും ഇലാസ്തികതയുമുള്ള ഭിത്തിയാണ്. ഉയർന്ന മർദ്ദത്തിലും വേഗത്തിലും രക്തം ഒഴുകുന്നു എന്നുള്ളതാണ്. വെയിൻ എന്നാൽ ദ വെസൽസ് ദാറ്റ് ക്യാരീസ് ബ്ലഡ് ടു ദ ഹാർട്ട്, തിന്ന് വാളാണ്. വാൾവ് ആർ സീന്. ബ്ലഡ് ഫ്ലോസ് വിത്ത് ലോ പ്രഷർ ആർ ലോ സ്പീഡ്. ഹൃദയത്തിലേക്ക് രക്തം വഹിക്കുന്ന കുഴലാണ്. കട്ടി കുറഞ്ഞ ഭിത്തിയാണ്. ഇതിന് വാൽവുകളുണ്ട്. കുറഞ്ഞ മർദ്ദത്തിലും വേഗത്തിലും ഇത് ഒഴുകുന്നുണ്ട്. കാപ്പിലറീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? വെസൽസ് ദാറ്റ് കണക്ട് ആർട്ടറീസ് ആൻഡ് വെയിൻസ്. വാൾ ഹാവിംഗ് മൈന്യൂട്ട് പോർസ് ഈസ് ഫോംഡ് ഓൺ ദ സിംഗിൾ ലെയർ ഓഫ് സെൽസ്. ബ്ലഡ് ഫ്ലോ വിത്ത് ലോ പ്രഷർ ആൻഡ് ലോ സ്പീഡ്. കാപ്പിലറി കേട്ടോ. ഇത് മൂന്നും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതിൻ്റെ മലയാളമാണ് ഞാനിപ്പോൾ വായിച്ചത്. ലോമികൾ എന്ന് വെച്ചാൽ നമ്മുടെ ഈ ആർട്ടറിയെയും വെയിനെയും തമ്മിൽ ബന്ധിപ്പിച്ച് കാണുന്ന ചെറിയ കുഴലുകളാവും നിങ്ങൾ ഈ ലോമികകൾ എന്ന് പറയുന്നത്. ആർട്ടറിയെയും വെയിനെയും ഈ ആർട്ടറീസിനെയും വെയിൻസിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചെറിയ പച്ചയില്ലേ, അതാ ലോമികകൾ കേട്ടോ. പച്ച ലോമികകൾ അതാ ഇവിടെ പറയുന്നത് കേട്ടോ. ധമനിയെയും സിരയെയും തമ്മിൽ, അതായത് ആർട്ടറീസിനെയും വെയിൻസിനെയും തമ്മിൽ ബന്ധിപ്പിച്ച് കാണുന്ന ചെറിയ കുഴലുകളാണ്. ഇത് ഒറ്റനിര കോശങ്ങൾ മാത്രമുള്ളതും സൂക്ഷ്മ സുഷിരങ്ങളുള്ളതുമായ ഭിത്തിയാണ്. കുറഞ്ഞ മർദ്ദത്തിലും വേഗത്തിലുമാണ് ഇത് രക്തം ഒഴുകുന്നത് കേട്ടോ. 41ാമത്തെ ചോദ്യം. 42. ഹൗ ആർ ന്യൂട്രിയൻസ് അബ്സോർബ്ഡ് ഫ്രം ദ സ്മാൾ ഇൻറ്റസ്റ്റൈൻ? നമ്മുടെ ചെറുകുടലിൽ നിന്നും ലഘു പോഷക ഘടകങ്ങൾ സംവഹനം ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മുടെ ടെസ്റ്റിലെ ചോദ്യം അത് കേട്ടോ. നമ്മുടെ ചെറുകുടൽ ഉണ്ടല്ലോ നിങ്ങൾ, ചെറുകുടൽ കേട്ടോ, അത് ടെസ്റ്റിലെ ഒരു ചോദ്യമാണ്. നമ്മുടെ ചെറുകുടലിൽ നിന്നും ലഘു പോഷക ഘടകങ്ങൾ സംവഹനം ചെയ്യപ്പെടുന്നത് എങ്ങനെയാണെന്ന്. അതായത് ഫാറ്റി ആസിഡും ഗ്ലിസറോളും കേട്ടോ. ഫാറ്റി ആസിഡും ഗ്ലിസറോളും എന്താ? ഫ്രം ദ ഡൈജഷൻ ഓഫ് എ ഫാറ്റ് എൻ്റർ ദ ലിംഫ് ത്രൂ ദ ലാക്റ്റിയ എന്നുള്ള വാക്കൊന്ന് പഠിച്ചു വെച്ചേക്കണേ കേട്ടോ. ലാക്റ്റിയൽ ഇൻ ദ വില്ലി ഫ്രം ദ സ്മാൾ ഇൻറ്റസ്റ്റിൻ ആൻഡ് ഗ്രാജുവലി റീച്ച് ദ ബ്ലഡ് ഇൻ ദ നോക്കിയേ വെനക്കാവ. VE ആട്ടോ, വെനക്കാവ. ആ പേരൊക്കെ ആദ്യമായിട്ട് പഠിക്കുക അല്ലേ. ഗ്ലൂക്കോസ് ആൻഡ് അമിനോ ആസിഡ് ട്രാവൽ ത്രൂ ബ്ലഡ് കാപ്പിലറീസ് ഇൻ ദ വില്ലി ടു ദ ലിവർ വയ ദ പോർട്ടൽ വെയിൻ ആൻഡ് ഫ്രം ദെയർ ടു ദ വെനക്കാവ ത്രൂ ദ ഹെപ്പറ്റിക് വെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നല്ലപോലെ ഉണ്ടോ, കാണാൻ പറ്റുന്നുണ്ടല്ലോ, എഴുതിയെടുത്തോണേ. അതായത് നമ്മുടെ ചെറുകുടലിൽ നിന്നും വില്ലുകളിലേക്ക് വെച്ചേക്കുന്ന വില്ലസുകൾ എന്നാ കേട്ടോ. വില്ലുകൾ അമ്പും വില്ലും ഒക്കെ വെച്ചുകൊണ്ട് ഇവിടെ പോവാൻ എന്ത് ചെയ്യും? ഇവിടെ കണ്ടു വില്ലസ്. ചെറുകുടലിൽ നിന്നും വില്ലസുകളിലെ ലാക്റ്റിയയിലൂടെ കൊഴുപ്പിൻ്റെ ദഹനഫലമായി ഉണ്ടാകുന്ന ഫാറ്റി ആസിഡും ഗ്ലിസറോളും ലിംഫിലേക്ക് പ്രവേശിച്ച് ക്രമേണ മഹാസിരയിലെ രക്തത്തിലേക്ക് എത്തിച്ചേരുന്നു. ഗ്ലൂക്കോസും അമിനോ ആസിഡും വില്ലസുകളിലുള്ള രക്തലോമികളിലൂടെ പോർട്ടൽ സിര വഴി കരളിലേക്കും അവിടെ നിന്നും ഹെപ്പാറ്റിക് സിരയിലൂടെ മഹാസിരയിലെ രക്തത്തിലേക്കും എത്തിച്ചേരുന്നു എന്നുള്ളതാണ്. ഇതൊക്കെ മനസ്സിലാക്കി കണക്ട് ചെയ്താണ്ട് ആ പടം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇതിനകത്തിലൊക്കെ പടത്തിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ പടം നോക്കി വേണം പഠിക്കാൻ. ഈ ഹെപ്പാറ്റിക് സിര എന്നൊക്കെ ഞാൻ പറഞ്ഞില്ലേ, കണ്ടോ പടം കണ്ടോ. പോർട്ടൽ സിര എന്ന് പറഞ്ഞായിരുന്നല്ലോ,
കണ്ടോ പോർട്ടൽ ഇവിടെ വന്നു കഴിയുമ്പോൾ ഇവിടെ ഒരു വല പോലെ വന്നിട്ട് പിന്നെ വരുന്നത് പോർട്ടൽ സിര. കണ്ടോ ഇതിനൊക്കെ പേരുണ്ട്. മഹാസിര എന്ന് വെച്ചാൽ ഈ വലിയത്, അതായത് നമ്മുടെ കരളിൽ നിന്നും പോഷകഘടകങ്ങൾ അടങ്ങിയ രക്തം ഹെപ്പാറ്റിക് സിരകൾ വഴി അത് ഹൃദയത്തിലെത്തുന്നു. ഹൃദയം അറിയാമല്ലോ. ഈ ചെറു ലിംഫ് വാഹികളിൽ നിന്ന് വലിയ ലിംഫ് വാഹികളിലേക്ക് അത് ഹൃദയത്തിലെത്തുന്നു. ഈ പടം നിങ്ങൾ നോക്കണേ, ഞാൻ വായിക്കുന്നത് പടം നോക്കണേ കേട്ടോ. എല്ലാവരുടെയും കൈ ടെസ്റ്റ് ഉണ്ടല്ലോ, ആ പടവും നോക്കിയിട്ട് വേണം പഠിക്കാൻ. കരളിനും ചെറുകുടലിനും ഇടയിലുള്ള പോർട്ടൽ സിര ഏതാണ് പരീക്ഷയ്ക്ക് ചോദിക്കും. കരളിനും ചെറുകുടലിനും ഇടയിലുള്ള പോർട്ടൽ സിരയ്ക്ക് ഹെപ്പാറ്റിക് പോർട്ടൽ സിര എന്നാണ് പറയുന്നത് കേട്ടോ. ഹെപ്പാറ്റിക് കേട്ടോ, അവിടെ പടത്തിൽ കാണാമല്ലോ. ഹൃദയത്തിൽ എത്തുന്നതിന് മുമ്പ് പോഷകഘടകങ്ങൾ കരളിലേക്ക് പോകുന്നത് എന്തിനു വേണ്ടിയാണെന്നൊരു ചോദ്യമുണ്ട് കേട്ടോ. ഭക്ഷണത്തിലെ വിഷാംശം ഇല്ലാതാക്കാനും ചില പോഷകഘടകങ്ങൾ സംഭരിക്കാനും പദാർത്ഥ സംശ്ലേഷണത്തിനുമാണ് കുഞ്ഞുങ്ങളെ ഹൃദയത്തിലെത്തുന്നതിന് മുമ്പ് തന്നെ പോഷകഘടകങ്ങൾ കരളിലേക്ക് പോകുന്നത് എന്തിനു വേണ്ടിയാണെന്ന് പറയുന്നത് കേട്ടോ. ഹൃദയത്തിലെത്തുന്നതിന് മുമ്പ് പോഷകഘടകങ്ങൾ കരളിലേക്ക് പോകുന്നത് എന്തിനു വേണ്ടിയാണ്? നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ വിഷാംശം ഇല്ലാതാക്കാനാണ് കേട്ടോ. ചില പോഷകങ്ങൾ സംഭരിക്കാനും പദാർത്ഥ സംശ്ലേഷണത്തിനും ഒക്കെയാണ് കേട്ടോ. അടുത്ത, വൈ ന്യൂട്രിയൻസ് റീച്ച് ദ ലിവർ ബിഫോർ ദ ഹാർട്ട്. അതിൻ്റെ ഇംഗ്ലീഷാണ് ഫോർ ഡീടോക്സിഫിക്കേഷൻ ഓഫ് ഫുഡ്, സ്റ്റോറേജ് ഓഫ് സർട്ടൻ ന്യൂട്രിയൻസ് ആൻഡ് സിന്തസിസ് ഓഫ് സബ്സ്റ്റൻസ് കേട്ടോ. ഈ ഹൃദയം എന്ന് വെച്ചാൽ എന്താണ് നിങ്ങളെ? ഹൃദയം ഔരസാശയത്തിൽ നിന്ന് ഒരല്പം ഇടത്തോട്ട് ചെരിഞ്ഞ് സ്ഥിതി ചെയ്യുന്ന പേശി നിർമ്മിതമായ ഒരു അവയവമാണ് ഹൃദയം. ഹൃദയം എന്താന്ന് ചോദിച്ചാൽ എന്താണ്? നമ്മുടെ നമ്മുടെ പടത്തിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഹൃദയം എന്ന് വെച്ചാൽ ഹൃദയത്തിൻ്റെ പടം സെപ്പറേറ്റ് തന്നിട്ടില്ല അല്ലേ. കേട്ടോ, ഔരസാശയത്തിൽ നിന്ന് അല്പം ഇടത്തോട്ട് ചരിഞ്ഞ് സ്ഥിതി ചെയ്യുന്ന പേശി നിർമ്മിതമായ ഒരു അവയവമാണ് എന്ത്? ഹൃദയമെന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പം 44 അടുത്ത, ദ ഡബിൾ ലേഡ് മെംബ്രെയിൻ ഓഫ് ഹാർട്ട്. ഹൃദയത്തിൻ്റെ ഇരട്ട സ്തരാവരണം എന്ന് പറയുന്നത്, ഹൃദയത്തിൻ്റെ ഇരട്ട സ്തരാവരണം അതായത് പെരികാർഡിയം ആണ് കേട്ടോ. പെരികാർഡിയത്തിനാവും നിങ്ങളെ ഹൃദയത്തിൻ്റെ ഇരട്ട സ്തരാവരണം എന്ന് പറയുന്നത് എന്തിനെയാണെന്ന് ചോദിക്കാം. പെരികാർഡിയം ഒരു മാർക്കിന് ചോദിക്കാം. അതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കിയേ. ദ പെരികാർഡിയൽ ഫ്ലൂയിഡ് സീൻ ഇൻ ബിറ്റ്വീൻ ദീസ് മെംബ്രെയിൻ പ്രൊട്ടക്റ്റ് ദ ഹാർട്ട് ഫ്രം എക്സ്റ്റേണൽ ഷോക്ക് ആൻഡ് ഹെൽപ്പ് ടു റെഡ്യൂസ് ഫ്രിക്ഷൻ അല്ലേ. അതായത് ഈ സ്ഥലങ്ങൾക്കിടയിലുള്ള പെരികാർഡിയൽ ദ്രവം ഹൃദയത്തെ ബാഹ്യക്ഷതത്തിൽ നിന്നും സംരക്ഷിക്കുകയും ഹൃദയസ്പന്ദനം മൂലം സ്ഥലങ്ങൾക്കിടയിൽ ഉണ്ടായേക്കാവുന്ന ഘർഷണം കുറയ്ക്കുകയും ചെയ്യുന്നു. ഫ്രിക്ഷനാണ് കേട്ടോ, പ്രൊട്ടക്റ്റ് ആണിത് കേട്ടോ. സ്പീഡ് ഈ മലയാളം ഇംഗ്ലീഷും കൂടി ഇടുന്നത്. പ്രൊട്ടക്റ്റ് ദ ഹാർട്ട്, ഹൃദയത്തിനെ സംരക്ഷിക്കുക. എന്താണ്? ഈ സ്ഥലങ്ങൾക്കിടയിലുള്ള പെരികാർഡിയൽ ദ്രവം ഹൃദയത്തെ ബാഹ്യക്ഷതങ്ങളിൽ നിന്നും സംരക്ഷിക്കുകയും ഹൃദയസ്പന്ദനം മൂലം സ്ഥലങ്ങൾക്കിടയിൽ ഉണ്ടായേക്കാവുന്ന ഘർഷണം ഫ്രിക്ഷൻ കുറയ്ക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ആ ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. ഓക്കെ, 46 ഹൃദയത്തിൻ്റെ സംരക്ഷണ സംവിധാനങ്ങൾ എന്തെല്ലാമാണ്? ദ പ്രൊട്ടക്റ്റീവ് മെഷർ ഓഫ് അവർ ഹാർട്ട് ഏതൊക്കെയാണ്? സ്റ്റേണം, റിബ്സ്, വെർട്ടബ്രൽ കോളം, പെരികാർഡിയം. സ്റ്റേണം നമ്മുടെ റിബ്സ് വാരിയെല്ലുകൾ, വെർട്ടബ്രൽ കോളം നട്ടെല്ല്, പെരികാർഡിയം മുതലായവയാണ്. ഇൻസൈഡ് ദ ഹാർട്ട് നമ്മുടെ ഹൃദയത്തിനുള്ളിൽ, ഇൻസൈഡ് ദ ഹാർട്ട് നോക്കുന്നില്ലേ, ഹൃദയത്തിനുള്ളിൽ ചാമ്പേഴ്സ് 4 കേട്ടോ. മൊത്തം അറകൾ 4 അത് അപ്പർ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ആട്രിയം, ലോവർ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് വെൻട്രിക്കിൾസ് കേട്ടോ. അതായത് നമ്മൾ മുകളിലായിട്ട് ഇടത് വലതായിട്ട് ഏട്രിയങ്ങളും താഴത്ത് ഇടത്തായിട്ട് വലത് വെൻട്രിക്കിളുമാണ്. ആ പടം നോക്കണേ, പടം നോക്കി വേണം പഠിക്കാൻ. അളക്കുന്നു കണ്ടോ, പടം നോക്കണേ. നമ്മുടെ ഔരസാശയ ഹൃദയം എന്താണ്ടേ
ഹൃദയം എന്താണ്ടോ പെരികാർഡിയം. ഹൃദയത്തെ പൊതിഞ്ഞിരിക്കുന്ന ഇരട്ട സ്ഥലത്തിൻ്റെ പേരെന്താണ്? പെരികാർഡിയം. ഈ സ്ഥലങ്ങൾക്കിടയിലെ പെരികാർഡിയൽ ദ്രവം ഹൃദയത്തെ ബാഹ്യക്ഷതങ്ങളിൽ നിന്നും നമ്മളെ സംരക്ഷിക്കുകയും കേട്ടോ, ഇതിനെ ബാഹ്യ സ്ഥലത്തിൽ നിന്നും സംരക്ഷിക്കുകയും ഹൃദയസ്പന്ദനം മൂലം സ്ഥലങ്ങൾക്കിടയിൽ ഉണ്ടായേക്കാവുന്ന ഘർഷണം കുറയ്ക്കുകയും ചെയ്യുന്നു. നമ്മുടെ ഹൃദയത്തിൻ്റെ സ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്, അതാണ് മുമ്പ് ക്വസ്റ്റ്യൻ ആൻസറിൽ കേട്ടോ. ഹൃദയത്തിൻ്റെ സംരക്ഷണം, പെരികാർഡിയൽ ദ്രവത്തിൻ്റെ ധർമ്മം, അതാണിപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കണ്ടോ, സ്റ്റേണം കണ്ടോ, ഇവിടെ സ്റ്റേണം, വാരിയൽസ്, നട്ടൽസ് കേട്ടോ. ഇപ്പം നമ്മൾ പഠിച്ചേ കണ്ടോ, അതിൻ്റെ പടം കൊടുത്തേക്കുന്നത് കണ്ടോ. ഈ ഓവ് കൊടുത്തേക്കുന്നതൊക്കെ എന്തൊക്കെയായി, ബ്ലഡ് പോകാനും കൊടുക്കാനും വരാനും ഒക്കെ ഇപ്പം മുമ്പ് പഠിച്ചില്ലേ കണ്ടോ. ദാണ്ടേ അയോട്ട, മഹാധമനി, സുപ്പീരിയർ വെനാക്കാവ, ദാണ്ടേ സുപ്പീരിയർ വെനാക്കാവ, സെമിലൂണാർ വാൽവ്, ട്രക്ടാസ്പീഡ് വാൽവ് കാണാൻ പറ്റുന്നുണ്ടോ. അധോ മഹാസിര, ഇൻഫീരിയർ വെനാക്കാവ, ബൈക്കസ്പീഡ് വാൽവ്, ശ്വാസകോശ സിര, ശ്വാസകോശ ധമനി. ഈ പടം വരച്ചിട്ട് ചിലപ്പോൾ ഈ പടം തന്നിട്ട് നിങ്ങളോട് പാകമളയാടപ്പെടുത്താൻ പറയും കേട്ടോ. അതൊക്കെ പഠിച്ചു വെച്ചേക്കണം. നമുക്ക് നോക്കിക്കേ. അപ്പം വെയിൻ, അതിനകത്തിൽ തന്നെ വെയിൻ കൊടുത്തിട്ടുണ്ട്. വെയിൻ വെച്ചാൽ സിരകളാണ്. അത് പൾമനറി വെയിൻസ്, സുപ്പീരിയർ ആൻഡ് ഇൻഫീരിയർ വെനാക്കാവ ഇപ്പം നമ്മൾ പഠിച്ചില്ലായിരുന്ന. അതായത് ശ്വാസകോശ സിര, അതുപോലെ തന്നെ മഹാസിരകൾ. ധമനികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ധമനി ആർട്ടറീസ് അല്ലേ, അതും പൾമനറി ആർട്ടറി ആൻഡ് അയോട്ട, അതായത് ശ്വാസകോശ ധമനിയും മഹാധമനിയും. വാൽവുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിയേ, ട്രക്സ്പീഡ്, അതുപോലെ ബൈക്കസ്പീഡ്, സെമി ലൂണാറ്, വാൽവ്, ഇതൊക്കെ ഏതാ ഇതിനകത്തിൽ വാൽവിൽ വരുന്നത് കേട്ടോ. വാൽവ് കാണാൻ പറ്റുന്നുണ്ടോ? വാൽവുകളെ കുറിച്ച് കണ്ടോ. ഇത് ഇത്രയും നല്ലപോലെ പഠിക്കണം നിങ്ങൾ. ഇൻസൈഡ് ദ ഹാർട്ട് എന്ന് ചോദിച്ചാൽ ഹൃദയത്തിനുള്ളിലെ കാര്യങ്ങളാണ് ഇത്രയും. അടുത്ത ലാസ്റ്റ്, വാട്ട് ഈസ് ദ ഫങ്ഷൻസ് ഓഫ് വാൽവ് ഇൻ ഹാർട്ട്? എന്തിനാണ് ഹൃദയ വാൽവുകൾ? രക്തം തിരികെ ഒഴുകാതെ വാൽവുകൾ തടയുന്നു. ഹൃദയത്തിന് വാൽവ് കൊടുത്തിരിക്കുന്നത് തിരികെ ഒഴുകാതെ വാൽവ് പ്രസന്റ് ഇൻ ദ ബാക്ക് ഫ്ലോ ഓഫ് ബ്ലഡ് കേട്ടോ. 48 ക്വസ്റ്റ്യൻ ആൻസർ എഴുതിയിട്ടുണ്ടോ നിങ്ങളെ? ബാക്കി നമുക്ക് ഒറ്റ ഇതിൽ തന്നെ തീർക്കാൻ നോക്കാം കേട്ടോ. അപ്പം നിങ്ങളിത് വൃത്തിയായിട്ട് എഴുതിയെടുക്കുക. മൊത്തം നമ്മളിപ്പം 48 ക്വസ്റ്റ്യൻ ആൻസറുകൾ എഴുതിയിട്ടുണ്ട്. ഇത് 3 പാർട്ടായിട്ടാണ് ഇട്ടിരിക്കുന്നത്. വൃത്തിയായിട്ട് എഴുതിയെടുക്കുക കേട്ടോ. ഓക്കെ ഞങ്ങളെ, താങ്ക് യു.